പ്രിയപ്പെട്ട കുട്ടികളെ, +1 എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലായി ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചാപ്റ്റേഴ്സാണ് ഇന്ത്യൻ ഇക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് മുതലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം. ഒന്നാമത്തെ ഭാഗമായി നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഇന്ത്യൻ ഇക്കോണമിയുടെ അവസ്ഥ. നമ്മൾ പറഞ്ഞു വളരെ സമ്പദ്സമൃദ്ധമായി ഇന്ത്യൻ ഇക്കോണമി വാസ് ആൻ എക്സ്പോർട്ട് സർപ്ലസ് കൺട്രി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ദേശീയ വരുമാനമോ പ്രതിശീർഷ വരുമാനമോ ഒന്നും തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു 85% ഓഫ് പീപ്പിൾ, 85% ആളുകളും കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ഇന്ത്യയിൽ അന്ന് ജീവിച്ചിരുന്നത്. ഇന്ത്യ വാസ് ആൻ അഗ്രേറിയൻ ഇക്കോണമി. ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇക്കോണമിയിൽ അഗ്രികൾച്ചറൽ സെക്ടറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സെക്ടർ എങ്ങനെയായി എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ വാസ് സ്റ്റാഗ്നൻറ്റ്. നമ്മുടെ കാർഷിക മേഖലയുടെ അവസ്ഥ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ സ്തംഭനാവസ്ഥയിലായിരുന്നു. എന്ന് പറയുമ്പോൾ വളർച്ചയില്ലാത്ത അവസ്ഥ. യാതൊരു വിധത്തിലുള്ള ഗ്രോത്തും അഗ്രികൾച്ചറൽ സെക്ടറിന് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം അഗ്രികൾച്ചർ സെക്ടറിന് അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ഇക്കോണമിയാണ് ഇന്ത്യൻ ഇക്കോണമി. കൂടുതൽ ആളുകളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ള കാർഷിക മേഖല കൊളോണിയൽ പീരീഡിൻ്റെ സമയത്ത് സ്റ്റാഗ്നൻ്റായി, സ്തംഭനാവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് യാതൊരു വിധത്തിലുള്ള വളർച്ചയും ഉണ്ടായില്ല. അന്നത്തെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് പറയാൻ പോകുന്നത്. പ്രധാനമായി അന്നത്തെ കാർഷിക മേഖലയെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഇതൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്. ഫസ്റ്റ്, ലോ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു. ഉൽപാദനക്ഷമത കുറവായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. ഉൽപാദനക്ഷമത ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു. യാതൊരു വിധത്തിലുള്ള ഇംപ്രൂവ്മെൻറ്റും ഉൽപാദനക്ഷമതയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. മറ്റൊന്ന്, ഡിക്ലൈനിങ് ഔട്ട്പുട്ട് പെർ ഹെഡ്. എന്ന് പറഞ്ഞാൽ ലോ പ്രൊഡക്ടിവിറ്റി കാരണം തന്നെയാണ് ഓരോരുത്തർക്കും കിട്ടുന്ന ഔട്ട്പുട്ട് മീൻസ് പ്രൊഡക്റ്റ്, ഉൽപ്പന്നങ്ങൾ ഡിക്ലൈനിങ്, കുറഞ്ഞു വരികയായിരുന്നു. ഡിക്ലൈനിങ് ഔട്ട്പുട്ട് പെർ ഹെഡ്, ഓരോരുത്തർക്കും കിട്ടുന്ന കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറഞ്ഞു വന്നു. പ്രൊഡക്ടിവിറ്റി കുറവാണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ അളവ് കുറഞ്ഞു വരും. അതിൻ്റെ ഭാഗമായി ഇൻക്രീസ്ഡ് ഇൻഡെപ്റ്റഡ്നെസ്. കർഷകരുടെ ഇടയിൽ ഇൻഡെപ്റ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ കടബാധ്യത കൂടി. എങ്ങനെയാണ് കടബാധ്യത കൂടുന്നത്? ഫാർമേഴ്സിന്, കൃഷിക്കാർക്ക് ഇല്ലാതെ വരുമ്പോഴാണ് അവർ കടം വാങ്ങുന്നത്. കടം വാങ്ങി കടബാധ്യത കൂടി. അതിൻ്റെ ഭാഗമായി ഇൻക്രീസ്ഡ് ഇൻസ്റ്റൻസസ് ഓഫ് ഫാർമർ സൂയിസൈഡ്. അതിൻ്റെ ഭാഗമായി കർഷകർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. കർഷകരുടെ ആത്മഹത്യ വർദ്ധിച്ചു വന്നു. ഫ്രീക്വൻറ്റ് ഫാമിൻസ് ആൻഡ് ഫുഡ് ഷോർട്ടേജ്. അതിന് പുറമെ ഇടയ്ക്കിടെ ക്ഷാമങ്ങളും ഫുഡ് ഷോർട്ടേജ്, ഭക്ഷ്യക്ഷാമവും അനുഭവപ്പെട്ടു. പെസൻസിനിടയിൽ, കർഷകർക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷാമവും ഭക്ഷണത്തിന് ഷോർട്ടേജും അനുഭവപ്പെട്ടു. പോവർട്ടി എമംഗ് ഫാമേഴ്സ് ആൻഡ് ലാൻഡ്ലെസ് ലേബറേഴ്സ്. കർഷകരുടെയും ഭൂമിയില്ലാത്ത തൊഴിലാളികളുടെയും ഇടയിൽ ദാരിദ്ര്യം നിലനിന്നു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിരുന്നത്. കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടാണ് 85% ആളുകളും ജീവിക്കുന്നത്. എന്നാൽ അവർക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറഞ്ഞു വന്നു. അവരുടെ പ്രൊഡക്ടിവിറ്റി, ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വന്നു. കടബാധ്യത കൂടി. കർഷകർ സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ക്ഷാമവും ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും എല്ലാം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. എന്താണ് ഇതിനൊക്കെ കാരണം?
ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖല ഇങ്ങനെ ആവാനുള്ള കാരണം, കോസസ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കാർഷിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ ഈ സവിശേഷതകളെല്ലാം എഴുതണം. ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ പ്രധാനമായും ബ്രിട്ടീഷുകാരുടെ പോളിസികളാണ്, നയങ്ങളാണ് ഇതിനുള്ള കാരണം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു നയമായിരുന്നു, ഒരു പോളിസിയായിരുന്നു സിസ്റ്റം ഓഫ് ലാൻഡ് സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം. നമുക്കറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്നുള്ളത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഈ ഭൂനികുതി വ്യവസ്ഥയാണ് അല്ലെങ്കിൽ സെറ്റിൽമെൻ്റ് ആണ് ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് ജമീന്ദാരി സിസ്റ്റം. ജമീന്ദാരി സിസ്റ്റം എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കോൺവാലിസ് ഇൻ 1793. 1793 കോൺവാലിസ് പ്രഭുവാണ് ജമീന്ദാരി സിസ്റ്റം നടപ്പിലാക്കിയത്. എല്ലാ സ്ഥലങ്ങളിലുമില്ല. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രോവിൻസസ് ഓഫ് ബംഗാൾ, ബീഹാർ, ഒറീസ ആൻഡ് വാരാണസി. ഈ സ്ഥലങ്ങളിലെ, ഈ പ്രവിശ്യകളിലാണ് ഈ ജമീന്ദാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ജമീന്ദാരി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും മുകളിലുള്ളത് ഗവൺമെൻറ്റാണ്. അതിനു താഴെ ജമീന്ദാർസ് എന്ന് പറയുന്ന ഇടനിലക്കാർ. അതിനു താഴെയായിരുന്നു പെസൻസ് ഓർ ഫാർമേഴ്സ്, കൃഷിക്കാർ. ഇതിൽ ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്ന ജമീന്ദാർസ് ആയിരുന്നു. കർഷകർ കൃഷി ചെയ്യുന്നു. കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ജമീന്ദാർസിനാണ്. ജമീന്ദാർസിൻ്റെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ജമീന്ദാർസിന് ലാൻഡ് ഓണർഷിപ്പ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കൃത്യമായി ഗവൺമെൻറ്റിന് നികുതി അടയ്ക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ജമീന്ദാർസ് കർഷകരെ ചൂഷണം ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന്, അവരുടെ അവസ്ഥയൊന്നും പരിഗണിക്കാതെ കർഷകരുടെ കയ്യിൽ നിന്ന് നികുതി പിടിച്ചു വാങ്ങുകയും ചെയ്തു. അങ്ങനെ കർഷകർക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു ഈ സിസ്റ്റത്തിൽ, ജമീന്ദാരി സിസ്റ്റത്തിൽ. ജമീന്ദാർസ് അവരുടെ ലാൻഡ് ഓണർഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർഷകരുടെ കയ്യിൽ നിന്ന് നികുതി വാങ്ങുകയും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്നതോടെ കർഷകരുടെ അവസ്ഥ ദയനീയമായി. അതുപോലെ തന്നെ മറ്റൊരു സമ്പ്രദായമായിരുന്നു റൈറ്റ് വാരി സിസ്റ്റം. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തോമസ് മൺറോ ഇൻ 1820. 1820 തോമസ് മൺറോ ആണ് റൈറ്റ് വാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ദിസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മദ്രാസ്, ബോംബെ, പാർട്സ് ഓഫ് ആസാം, കൂർഗ്, പ്രൊവിൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ റൈറ്റ് വാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ഇതിൽ ജമീന്ദാരി സിസ്റ്റം പോലെ ഇടനിലക്കാരായ ജമീന്ദാർസ് ഇല്ല. എന്നാലും പെസൻസ്, ഫാർമേഴ്സ് ആയിരുന്നു ലാൻഡ് ഓണേഴ്സ്. കർഷകരാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളവർ. എന്നാലും പെസൻസിൻ്റെ കയ്യിൽ നിന്ന്, കർഷകരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് നേരിട്ട് നികുതി പിരിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്കുള്ള ജമീന്ദാർസ് ഒഴിവായെങ്കിലും ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നികുതി കൃത്യമായി പിരിച്ചു. ഫാർമേഴ്സിൻ്റെ അവസ്ഥയൊന്നും പരിഗണിക്കാതെ ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഗവൺമെൻറ് നികുതി നേരിട്ട് പിരിക്കാൻ തുടങ്ങി. ഈ സമ്പ്രദായവും കർഷകരുടെ അവസ്ഥ ദയനീയമാക്കി. മറ്റൊരു സമ്പ്രദായമായിരുന്നു മഹൽവാരി സിസ്റ്റം. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വില്യം ബെൻറ്റിക് ഇൻ 1833. 1833 വില്യം ബെൻറ്റിക്കാണ് മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ദിസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സെൻട്രൽ പ്രോവിൻസ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ, ആഗ്ര, പഞ്ചാബ്, ഗംഗറ്റിക് വാലി എക്സെട്ര ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ അന്ന് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരായതുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഈ ഭാഗങ്ങളിൽ എന്നാണ് പറയുന്നത്. മഹൽവാരി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ലാൻഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് മഹൽസ്. ലാൻഡ് വ്യത്യസ്ത മഹലുകളാക്കി തിരിക്കുന്നു. പിന്നീട് മഹൽസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് വില്ലേജസ്. കുറേ വില്ലേജുകളായി മഹലുകളെ മാറ്റുന്നു. ഈ വില്ലേജുകളുടെ കമ്മിറ്റിയാണ് ടാക്സുകൾ, നികുതി കളക്ട് ചെയ്യുന്നത്. ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നികുതി കളക്ട് ചെയ്യുന്നത്, ശേഖരിക്കുന്നത് വില്ലേജ് കമ്മിറ്റിയാണ്. ഇവിടെയും കർഷകരെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നികുതി പിരിവായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയത്. അപ്പോൾ മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നത് ലാൻഡിനെ വ്യത്യസ്ത മഹലുകളാക്കി തിരിക്കുന്നു. മഹലുകളെ വീണ്ടും വില്ലേജുകളാക്കി തിരിക്കുന്നു. ഈ വില്ലേജുകൾ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ്
കർഷകരുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 3 സിസ്റ്റംസ്, ജമീന്ദാരി സിസ്റ്റം, റൈറ്റ്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, ഇത്തരത്തിലുള്ള ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ്, ഭൂനികുതി സമ്പ്രദായങ്ങളാണ് പ്രധാനമായും കർഷകരെ ദയനീയാവസ്ഥയിലേക്ക് കൊണ്ടുപോയ ഒരു കാരണം. രണ്ടാമത്തെ കാരണമാണ് ടേംസ് ഓഫ് റവന്യൂ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജമീന്ദാർസ് അഡോപ്റ്റഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് മെഷേഴ്സ് ടു എക്സ്ട്രാക്ട് ഹൈ റെൻറ്റ്സ് ഫ്രം കൾട്ടിവേറ്റേഴ്സ്. ജമീന്ദാരി സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്നത്. ജമീന്ദാർസ് കർഷകരുടെ കയ്യിൽ നിന്നും കൃത്യസമയത്ത് ഡേറ്റിൽ നികുതി ഈടാക്കിയിരുന്നു, നികുതി പിടിച്ചു വാങ്ങിയിരുന്നു ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനായി. ഇങ്ങനെ പിടിച്ചു വാങ്ങിയപ്പോൾ കർഷകരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവരാരും ശ്രമിച്ചില്ല. ഗവൺമെൻറ് പറയുന്ന തീയതിക്ക് കൃത്യമായി നികുതി വാങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു ജമീന്ദാർസ് ചെയ്തിരുന്നത്. ആ സമയത്ത് കർഷകരുടെ ലാൻഡിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു എന്നോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറഞ്ഞു എന്നോ ഒന്നും പരിഗണിക്കാതെ ജമീന്ദാർസ് കൃത്യസമയത്ത് നികുതി പിരിക്കുകയും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് കർഷകരുടെ ഈ ഒരു ശോചനീയാവസ്ഥയിലേക്ക് കാരണമാക്കിയ മറ്റൊരു കോസ്. മൂന്നാമത്തതാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വാണിജ്യവൽക്കരണമാണ്, കൃഷിയുടെ വാണിജ്യവൽക്കരണം. അതുവരെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് നമ്മൾ കൃഷി ചെയ്തിരുന്നത് നമ്മുടെ ആവശ്യത്തിനായിരുന്നു. ഒരിക്കലും കയറ്റുമതി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല നമ്മൾ കൃഷി ചെയ്തിരുന്നത്. നമ്മുടെ കൃഷി ഫുഡ് ക്രോപ്സ് ആയിരുന്നു, ഭക്ഷ്യവിളകളായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കർഷകരെ നിർബന്ധമായും ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യാൻ നിർബന്ധിച്ചു. ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നാണ്യവിളകളാണ്. നാണ്യവിളകളുടെ പ്രത്യേകത, അതിൻ്റെ ഉദ്ദേശം, നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം കയറ്റുമതി മാത്രമാണ്. കയറ്റുമതി ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ സാധനങ്ങളെല്ലാം മറ്റു രാജ്യങ്ങളിൽ എത്തിക്കുകയും അവർക്ക് അതിൽ നിന്നുള്ള ലാഭം എടുക്കുക എന്നുള്ളതുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കൊമേഴ്സ്യലൈസേഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കി. വാണിജ്യവൽക്കരണം, അതായത് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. The British government induced the peasants to grow commercial crops such as tea, coffee, indigo, etc. in order to feed British industries with cheap raw materials. ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം തന്നെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ചെയ്തത് തന്നെ നമുക്കറിയാം. നമ്മുടെ ഇക്കോണമിയിലെ റോ മെറ്റീരിയൽസ് കൊണ്ടുപോവുകയും അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ്ഡ് ഗുഡാക്കി ചീപ്പ് റേറ്റിൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും അവർ ചെയ്തത് നമ്മുടെ കൃഷിഭൂമി ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സ് ആക്കി മാറ്റി അത് മറ്റുള്ള രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ മറ്റൊരു ഉദ്ദേശം. ഇതും കർഷകരുടെ അവസ്ഥ ദയനീയമാക്കി. മറ്റൊന്നായിരുന്നു ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ജലസേചന സൗകര്യങ്ങളുടെയും വിഭവങ്ങളുടെയും അപര്യാപ്തത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലെ കർഷകർക്ക് ജലസേചന സൗകര്യങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തു കൊടുത്തില്ല. ഇൻസിഗ്നിഫിക്കൻ്റ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള രാസവളങ്ങളോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പണം നിക്ഷേപിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. മാത്രമല്ല ഫ്രീക്വൻറ്റ് ഫാമിൻസ് ആൻഡ് അതർ നാച്ചുറൽ കലാമിറ്റീസ്, ഇടയ്ക്കിടെ ക്ഷാമവും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ ദയനീയമായി. ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ സ്റ്റാഗ്നൻ്റായി തുടർന്നു, സ്തംഭനാവസ്ഥയിലായി തുടർന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ കൊളോണിയൽ പീരീഡിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു, ഡു യു എഗ്രി എന്നാണ് ചോദിക്കുക. ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടർ വാസ് സ്റ്റാഗ്നൻ്റ്, ഡു യു എഗ്രി?
നിങ്ങളോടത് അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ സമ്മതിക്കണം. കാരണം എന്താണ്? നമ്മൾ ഈ കാരണങ്ങൾ പറയണം. ആദ്യം നമ്മൾ കാർഷിക മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറയണം. സ്റ്റാഗ്നൻ്റ് ആയിരുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് പറയുക. ലോ പ്രൊഡക്ടിവിറ്റി, ഡിക്ലൈനിങ് ഔട്ട്പുട്ട് പെർ ഹെഡ്, ഇൻക്രീസ്ഡ് ഇൻഡെപ്റ്റഡ്നെസ്, ഇൻക്രീസ്ഡ് ഫാമേഴ്സ് സൂയിസൈഡ്, ഫ്രീക്വൻറ്റ് ഫാമിൻസ് ആൻഡ് ഫുഡ് ഷോർട്ടേജ്, പോവർട്ടി എമംഗ് ഫാമേഴ്സ് എക്സെട്ര. ഇത്രയും കാരണങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ്, സവിശേഷതകൾ പറയുക. അതിനുശേഷം ഇതിനുള്ള കാരണം, ഇങ്ങനെയൊക്കെ ആവാൻ ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടർ ഇങ്ങനെയൊക്കെ ആവാനുള്ള കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സിസ്റ്റം ഓഫ് ലാൻഡ് സെറ്റിൽമെൻറ്റ്, അതുപോലെ ടേംസ് ഓഫ് റവന്യൂ സെറ്റിൽമെൻറ്റ്, കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ്. ഇതൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതൊന്നും നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, പോയിന്റുകൾ പഠിച്ചാൽ മതി. അത്ര 2 മാർക്കിനോ 3 മാർക്കിനോ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കാർഷിക മേഖലയെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുക.